to fade away. As you fade. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ അല്ല, ഇതൊരു അസൂസിൻ്റെ ടഫ് എന്ന് പറഞ്ഞ മോഡൽ എടുക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ടഫ് എടുക്കാൻ പോകുന്നവർക്കൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ടഫിനെ പറ്റി മാത്രം പറയുന്ന, അതിൻ്റെ പോരായ്മ നല്ല കാര്യങ്ങളും മാത്രം പറയുന്നൊരു വീഡിയോ ആണിത്. അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇതൊരു പഴയ ലാപ്പാട്ടോ, പുതിയ ലാപ്പല്ല. അസൂസിൻ്റെ ടഫ് F15 എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണ്. ഇതൊരു 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD 144 റീഫ്രഷ് റേറ്റ് ഉള്ളൊരു ലാപ്ടോപ്പാണ്. അതുപോലെ i5 10th ജനറേഷനും GTX 6050 4GB DDR6 ആണ് വന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ തന്നെ ഇതിനുണ്ട്. അതുപോലെ 8GB റാമും 512GB NVMe ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പ് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് പ്രീ ബിൽഡായിട്ട് വന്നേക്കണം വിൻഡോസ് 10 ആണ്. ഇത് ഏകദേശം 2.3 kg അടുത്ത് വെയിറ്റും ഉണ്ട്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ചാർജർ നിങ്ങൾ കണ്ടു കാണും. ഇതൊരു 150 വാട്ടിൻ്റെ ചാർജറാണ്. അടിപൊളിയായിട്ട് ചാർജ് ചെയ്യും. അതുപോലെ നന്നായിട്ട് ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു പവർ ഡെലിവറി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പറയുവാണെങ്കിൽ ഇത് ഏകദേശം 100 ഡിഗ്രി അടുത്ത് തന്നെ ഹീറ്റ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ CPU ഇച്ചിരി ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അസൂസിന് ടഫ് എടുക്കുന്ന പോലെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ കമ്പനി പറയുന്ന കുറച്ച് അവകാശപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മെയിൻ കാര്യം. ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഡ്രോപ്പ് ടെസ്റ്റ്, അതുപോലെ ഷെയ്ക്ക്, ഹീറ്റ്, കോൾഡ്, അതുപോലെ ഹ്യൂമിഡിറ്റി, ഇത്തരം കാര്യത്തിൽ ഈ ലാപ്ടോപ്പ് എല്ലാ ടെസ്റ്റും അവർ നടത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഉപയോഗത്തിലും ടെസ്റ്റിലും ഞാൻ നോക്കിയിട്ട് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ശരിക്കും ഇതിൽ കാണാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം. ഈ അസൂസിൻ്റെ ടഫ് ഉള്ളവർക്ക് തന്നെ അറിയാം, ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വളരെയധികം കുറവാണ്. പണ്ട് അസൂസിൻ്റെ റോഗ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അസൂസ് റോഗ് സീരീസിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ വെറും നമ്മുടെ പ്ലാസ്റ്റിക്കാണ്, താഴെ ചടി പൊട്ടിത്തെറിപ്പണായി പോകും. ഇവർ പറഞ്ഞ ഡ്രോപ്പ് ടെസ്റ്റിലൊന്നും നിൽക്കില്ല, ഫുള്ള് പൊട്ടിപ്പോവുള്ളൂ. കാരണം അത്രയും പ്ലാസ്റ്റിക് കാട്ടി കുറവാണ്. കാരണം ഒന്ന് സ്ക്രൂ ഊരിയാൽ തന്നെ ഇതിൻ്റെ മിക്കവാറും ആ സ്ക്രൂ ടൈറ്റ് ആക്കുമ്പോൾ പൊട്ടാറുണ്ട്. അപ്പോൾ അത്രയും ബിൽഡ് ക്വാളിറ്റി കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ബിൽഡ് ക്വാളിറ്റി അവർ എഴുതി വെച്ചേക്കുന്ന വെബ്സൈറ്റിൽ കണ്ടത് നോക്കി മേടിക്കാതിരിക്കുക. അത്യാവശ്യം ഗെയിം കളിക്കാനും വിലയ്ക്ക് ലാഭമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ബിൽഡ് ക്വാളിറ്റി നോക്കരുത്. പണ്ടത്തെ അസൂസിൻ്റെ റോഗ് എടുത്തവരാരും തന്നെ ആ ഒരു പ്രതീക്ഷയിൽ അസൂസിന് ടഫ് എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്സെന്നോ അങ്ങനെ എന്തൊരു മോഡൽ പുതിയത് വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അതാണ് ഇച്ചിരിയോടെ ബിൽഡ് ക്വാളിറ്റി കൂടുതൽ. ഇതിന് ബിൽഡ് ക്വാളിറ്റി വളരെ കുറവാണ്. പിന്നെ കാണാൻ വളരെയധികം സ്റ്റൈലിഷും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഫീച്ചേഴ്സ് പ്രത്യേകിച്ച് കീബോർഡിലെ ലേഔട്ട് നിങ്ങൾ കണ്ടാലും നല്ല കീബോർഡ് ലേഔട്ടാണ്. ഇതിൻ്റെ RGB കാണുമ്പോൾ തന്നെ അറിയാം. RGB ഒക്കെ ഒന്നും പറയാനില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, സോഫ്റ്റ്വെയർ പക്ക ഒപ്റ്റിമൈസ്ഡ് ആണ്. ഒരു സോഫ്റ്റ്വെയറിൽ ഒരു എററോ ബഗ്ഗോ കാര്യങ്ങളോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്ഡേറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്ഡേറ്റൊക്കെ വരുമ്പോൾ ഓരോ ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുക, പല പല ഗെയിം ആഡ് ചെയ്യേണ്ട ഇവർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ സെപ്പറേറ്റ് AWSD ഒക്കെ സെപ്പറേറ്റ് അവരൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ പ്രീമിയർ പ്രോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇതിന് സ്പീഡില്ല അതില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രീമിയർ പ്രോ ഇടുമ്പോൾ ശരിക്കും മേഡിൽ അതിനകത്ത് NVIDIA സെറ്റിങ്സ് ഞാനിപ്പോൾ കൊടുത്തേക്കണ പോലെ കൊടുക്കും, എന്നാൽ മാത്രമാണ് ഇതിന് സ്പീഡ് കിട്ടുള്ളൂ. അപ്പം ഇതുപോലത്തെ ഒരു വീഡിയോസ് ഞാൻ ഇടണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് മാത്രം കണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക. നമ്മുടെ പുതിയ വീഡിയോ എല്ലാം അടിപൊളിയായിരിക്കും. ഇതിനും കുറച്ചുകൂടി നല്ല വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.